ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞൊരിടയ്ക്ക് നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടൊരു ചർച്ചയാണ് അടൂർ ഒലീവിയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ പെൺകുട്ടികൾക്ക് ഒരു 500 ആ റേറ്റിലൊക്കെ വരുന്ന നല്ല അടിപൊളി ടോപ്പിൻ്റെ കളക്ഷൻസ് ഉള്ള അവർ ഓൺലൈൻ വഴി, അവർക്ക് അടൂർ ഷോപ്പുണ്ട്, അതുകൂടാതെ അവർ ഓൺലൈൻ വഴി ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി അവരുടെ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഞാനും അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ സൂപ്പർ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു കംപ്ലൈൻറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇടയ്ക്ക് വന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു. ഈ സാലറി പ്രശ്നവും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അവിടെ കുറേ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളും ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരുപാട് ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. ഏകദേശം ഇപ്പോൾ എല്ലാം സോൾവായി. ഇപ്പം നിലവിലത്തെ അടൂരിലെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ, അവർ അന്ന് 500, 499 ആ റേറ്റൊക്കെ ആയിരുന്നു ചുരിദാറിൻ്റെ റേറ്റ്. പക്ഷേ ഇപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി 399 രൂപയ്ക്ക് 3 പീസ് സെറ്റും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസും അതുപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ്, അത് ഈ നമ്മുടെ ഈ പാർട്ടി വെയർ പോലത്തെ നല്ല അടിപൊളി ടോപ്പുകളൊക്കെ നല്ല നല്ല കണ്ടാൽ തന്നെ ഇപ്പോൾ അവർ കൊണ്ടുവരുന്ന ഓരോ കളക്ഷൻസും അടിപൊളിയാണ് കേട്ടോ. ഞാനത് ഒരുപാട് അവരുടെ വീഡിയോസും കാര്യങ്ങളും, അത് 2 ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്ത്, ഇനി നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം, ഓപ്പൺ വീഡിയോ ഒക്കെ ചെയ്യാം. നല്ല ഡ്രസ്സിനെ പറ്റി നമുക്ക് ഒരിക്കലും കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി, ആ റേറ്റിന് നല്ല അടിപൊളി ഡ്രസ്സാണ്, നമുക്ക് ആർക്കും എടുക്കാവുന്നതാണ്. പിന്നെ ഇനി ഇവരുടെ പുതിയ ബ്രാഞ്ച് എറണാകുളം MG റോഡിലും വരുന്നുണ്ട് കേട്ടോ. അവിടെയും ഇതിനേക്കാളിൽ ഇനി അവർ ഒരുപാട് സൂപ്പർ കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. 3 പീസ് സെറ്റൊക്കെ അടിപൊളിയാണ്. അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു ബിസിനസ് പെട്ടെന്ന് എളുപ്പമാണ് തകർക്കാൻ. അപ്പോൾ അതെല്ലാവരും അത് ഒരു ചർച്ചയായിട്ടെടുത്ത് യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടെടുത്ത് അങ്ങനെ കുറച്ച് നാൾ അവർ ഒരു 15 ദിവസമോളം അവർ പിന്നെ ഷോപ്പൊന്നും സ്റ്റാർട്ടാക്കിയില്ല. കുറേ പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 വർഷമൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരാളെ പറ്റി അറിയുമ്പോൾ കുറേ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ചകൾ അവർ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അവർക്ക് ഒരുപാട് ഒത്തിരി പേര് അവിടെ നിന്ന് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണമില്ലാത്തവർക്ക് ഏറ്റവും ഒരു എളുപ്പമായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ ഒരു നല്ലൊരു സോഴ്സാണ് അടൂർ ഒലീവിയ. നമുക്ക് വേണ്ടി ബിസിനസ് സ്റ്റാർട്ടാക്കാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ഇതിപ്പം കണ്ടോ, അവർ പുതിയ ബ്രാഞ്ചസും കാര്യങ്ങളും എറണാകുളത്തും കാര്യങ്ങളിലും എല്ലാം തുടങ്ങുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് ഈസിയാണ് ഒരു ബിസിനസ് തുടങ്ങുക, അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാനും എളുപ്പമാണ്. പക്ഷേ അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ ഇന്ന് ആരുമില്ല.